എടാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SSLC മാത്തമാറ്റിക്സ് എക്സാമിന് ആവശ്യമുള്ള എല്ലാ ഫോർമുലാസും ഇക്വേഷൻസാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പറഞ്ഞാടാ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൽ ബേസ് ആയിട്ടുള്ള ഫോർമുല എന്താണ്? എക്സ് എൻ nth ടേം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? എഫ് പ്ലസ് എൻ മൈനസ് 1 × ഡി. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ട്. എന്താ 10ാമത്തെ ടൈം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? എഫ് പ്ലസ് 9 ഡി. 20ാമത്തെ ടൈം ചോദിച്ചാൽ എഫ് പ്ലസ് 19 ഡി. ഇനി എന്താ കോമൺ ഡിഫറൻസിൻ്റെ ഫോർമുല? രണ്ട് നമ്പേഴ്സിൻ്റെ ടേമും പൊസിഷനും തന്നിരുന്നാൽ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫോർമുല എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. തിരിഞ്ഞു പോരുത് കേട്ടോ. ഇനി എന്താ 3 ABC എന്ന് പറയുന്ന 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ട് എങ്കിൽ അതിന് രണ്ടാമത്തെ നടുക്കത്തെ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒന്നുമില്ല, എയും സിയും കൂടെ കൂട്ടുക ബൈ 2. നമ്മൾ ഈ ആവറേജ് കണ്ടുപിടിക്കുന്ന പോലെ A+C/2. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. എടാ ചെക്ക് വെദർ ഹൗ മെനി ടേംസ് വാട്ട് ഈസ് ദ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോൾ എന്ത് വേണം? n വേണം. എന്നിൻ്റെ ഫോർമുല എന്താ? xn - f/d + 1. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ +1 അങ്ങ് മാറ്റി വേണം എഴുതാൻ, ഇതിൻ്റെ കൂടെ അങ്ങ് എഴുതി കളഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കാം. ഓൾജിബ്രൈ ഫോം ഓഫ് എന്താ അരിത്തമെറ്റിക് സീക്വൻസ്. ഇമ്പോർട്ടൻ്റ് ആണെടാ. ആദ്യം ചിലപ്പോൾ അവർ ഓൾജിബ്ര ഫോം തന്നിട്ട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇല്ലെങ്കിൽ എഫും ഡിയും നമുക്കറിയാം, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഒന്നുമില്ലടാ, ഡി കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താണോ ഈ ജനറൽ ഫോമിലെ എ അതങ്ങ് എടുത്ത് എഴുതിയാൽ. ഇനി എഫ് കണ്ടുപിടിക്കാൻ ഈ എയും ബിയും കൂടെ കൂട്ടിയാൽ. ഇപ്പോൾ 5n + 3 ആണെങ്കിൽ 5 + 3 ചെയ്താൽ എഫ് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ ഓൾജിബ്ര എഫും ഡിയും അറിയാം. തിരിച്ച് ഓൾജിബ്ര എഴുതണമെങ്കിൽ എന്ത് ചെയ്യണോടാ? എ കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് അതേപോലെ എഴുതുക, ബി കണ്ടുപിടിക്കാൻ എഫ് ഇന്ന് ഡി എന്ന് കുറച്ചാൽ എഫ് - ഡി. ഇമ്പോർട്ടൻ്റ് ആണ് അത്. ശരി, പിന്നെ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ 2 ഫോർമുലാസ് ഉണ്ട്, രണ്ടും പഠിച്ചേ പറ്റും. ഒന്നാമത്തെ ഫോർമുല നമുക്കറിയാം n/2 × 2f + n - 1 × d. ഇനി എന്താ? n/2 × xn + അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം nth ടേം ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ ഫോർമുല തന്നെ പ്രിഫർ ചെയ്യാം. എഫും ഡിയും മാത്രം എന്നും അറിയാമെങ്കിൽ നമ്മൾ ഏതെടുക്കുക? എസ്എൻ്റെ ഫോർമുല എടുക്കുക. എക്സൻ എന്തെന്ന് അറിയാമല്ലോ, xn എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. ഓക്കെ, അടുത്തെന്താ? ഇത് ജനറൽ ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം n × n + 1/2. ഓഡ് നമ്പർ ആണെങ്കിൽ n², ഈവൻ നമ്പർ ആണെങ്കിൽ n × n + 1. ഇതൊക്കെ പഠിച്ചിരിക്കുന്ന നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. സമ്മിൻ്റെ ഫോർമുല ഒന്നും ഇല്ലാതെ ഇത് എന്നൊക്കെ ചെയ്തു പോയാൽ. ഓക്കെ, അടുത്ത് ഇതുപോലെ സമ്മിനും എന്തുകൊണ്ടാ? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷൻ Pn² + Qn. അവിടെ നമുക്ക് ഓൾജിബ്ര തന്നിട്ട് എഫും ഡിയും ചോദിക്കാം, എഫും ഡിയും തന്നിരുന്നാൽ ഓൾജിബ്ര എഴുതാനും ചോദിക്കാം. അപ്പോൾ എന്താ അറിയണം? ഡി കണ്ടുപിടിക്കാൻ ഒന്നുമില്ലടാ, പി എന്താണോ അതിൻ്റെ ഡബിൾ 2p. എഫ് കണ്ടുപിടിക്കാൻ ഈ പിയും ക്യൂ വേണം കൂട്ടി വെച്ചാൽ p + q. ഇനി ആലോചിക്കേണ്ട കാര്യം എന്താ? പി കണ്ടുപിടിക്കാൻ തിരിച്ച് ഓൾജിബ്ര കണ്ടുപിടിക്കണമെങ്കിൽ എന്താണോ കോമൺ ഡിഫറൻസ് അതിൻ്റെ പകുതി എടുത്താൽ മതി, പി കിട്ടും. ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എഫിൽ നിന്ന് പി കുറച്ച്, കാരണം നമുക്കിവിടെ അറിയാം p + q ആണ്. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാൻ എഫിൽ നിന്ന് പിക്ക് പകരം എന്തും കൊടുക്കാം, d/2, f - d/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താടാ? പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2ഉം 4ഉം ഇവിടുത്തെ പൊസിഷൻസ് അറിയാം. ഇവിടുത്തെ എന്താ? 1ഉം 5ഉം ഒന്ന് കൂട്ടി വെക്കടാ. 2ഉം 4ഉം കൂട്ടുമ്പോൾ 6, 1ഉം 5ഉം കൂട്ടുമ്പോഴും 6. എങ്കിൽ ഇവരുടെ സമ്മ് ഈക്വൽ ആയിരിക്കും. അതായത് x5ഉം x2ഉം പൊസിഷൻസ് 7 ആണ്, x3ഉം x4ഉം അവിടെ പൊസിഷൻ സമ്മ് എത്ര? 7 ആണ്. എങ്കിൽ ഇവൻ്റെ സമ്മും സെയിം ആയിരിക്കും. പൊസിഷൻ സമ്മ് ഈക്വൽ ആണെങ്കിൽ ആ പെയറിൻ്റെ സമ്മും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫോർമുലാസ്. ഇനി എന്താ? നമ്മൾ സർക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്താ? സിമ്പിളാണ്. ഒരു സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി, അല്ലെങ്കിൽ ഡയമീറ്റർ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി. ഇനി എന്ത് പറഞ്ഞു? ഒരു കോഡ് ഒരേ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതെല്ലാം എക്സ്, ഇത് 40 ആണെങ്കിൽ ഇത് 40, ഇത് 40, ഇത് 40. ഇനി ഇപ്പുറ സൈഡ് ഉണ്ടാക്കിയിട്ടുള്ള കോഡ് അതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആംഗിളും സെയിം അല്ല. ഇവിടെ വരുന്ന എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും, ഇവിടെ വരുന്ന എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. അടുത്തെന്താ? ഓക്കെ, എന്താ? ഇമ്പോർട്ടൻ്റും ആണ്, സിമ്പിളും ആണ്. എന്താ? സെൻട്രൽ ആംഗിൾ എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇത് 140 ആണെങ്കിൽ ഈ ആംഗിൾ ചോദിച്ചാൽ എത്രയാടാ? 70. നേരെ പകുതി അങ്ങ് എടുത്താൽ, തിരിച്ച് ചോദിച്ചാൽ ഡബിൾ എടുക്കുക. ഇത് 70 ആണെങ്കിൽ ഇത് 140. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇനി എന്താ? ഇവിടെ നമുക്ക് അറിയാം അല്ലേ, മുകളിൽ എക്സ് ആണെങ്കിൽ ഈ താഴെ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, 180ൽ നിന്ന് ആ എക്സ് അങ്ങ് കുറച്ചാൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 100 ആണെങ്കിൽ ഇത് അതിൻ്റെ പകുതി 50. ഇത് ചോദിച്ചാൽ എത്രയാടാ? 180ൽ നിന്ന് 50 കുറച്ചാൽ മതി, 130 വരും. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം കേട്ടോ. ഇനി എന്താ? സൈക്ലിക് കോർഡിനേറ്ററിൽ എന്താ? സൈക്ലിക് കോർഡിനേറ്റർ ഒന്നുമില്ല, എല്ലാ വെർട്ടെക്സും സർക്കിളിൽ ഇരുന്ന ആ കോർഡിനേറ്ററിനെ പറയുന്ന പേരാ സൈക്ലിക്. എന്താ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എപ്പോഴും 180 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെന്താണോ അത് 180 കുറച്ചാൽ ഇയാളെ കിട്ടും. ഇത് 30 ആണെങ്കിൽ ഇത് 180 കുറയ്ക്കുക, ഇത് 50 ആണെങ്കിൽ ഇത് 180 കുറയ്ക്കുക. അത്രേ ഉള്ളൂ സൈക്ലിക്കിൻ്റെ കാര്യം. ഇനി എന്താ പറഞ്ഞു? ഇമ്പോർട്ടൻ്റ് ആണോ? 2 ഇൻ്റർസെക്റ്റിംഗ് ലൈൻ, നമ്മൾ ഇതിന് സീക്കൻഡ് എന്ന് പറയാം കേട്ടോ. 2 ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ഈ സർക്കിളിലൂടെ പാസ് ചെയ്ത് പോയ ഒരു റിലേഷൻ ഉണ്ട്. എന്താ? PA ടോട്ടൽ PA × ഔട്ട് സൈഡ് PB = ഇവിടെ അതുപോലെ ടോട്ടൽ PC × PD.
പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അടുത്ത ഏതാ? ഇതുപോലെ രണ്ട് കോഡുകൾ ഇന്റർസെക്ട് ചെയ്താണ് പോകുന്നതെങ്കിൽ ഇവിടെ ഒരു റിലേഷൻ ഉണ്ടെന്നില്ലടാ. പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഈ പാർട്ട് എ ഇൻറ്റു ഈ പാർട്ട് ഈക്വൽ ടു ഈ പാർട്ട് എ ഇൻറ്റു ഈ പാർട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു ഡയമീറ്ററും മറ്റവൻ എന്താ ഒരു കോഡും സി പി, അതായത് കോഡിൻ്റെ പകുതി ആയിരിക്കും കേട്ടോ. ഇത് ഫുൾ കോഡാണ്, പക്ഷേ അതിൻ്റെ പകുതിയേ ഉള്ളൂ. എങ്കിൽ അവിടെ റിലേഷൻ ഇത്രയേ ഉള്ളൂ. പി എ ഇൻറ്റു പി ബി ഇതിൻ്റെ രണ്ട് പോർഷൻ ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ പി സിയുടെ സ്ക്വയർ ആയിരിക്കും. അടുത്ത് ശരി, മൂന്നാമത്തെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്താ ഫോർമുലയായിട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന എന്താ ഫോർമുല തന്നെ പ്രോബബിലിറ്റി എന്താ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും നിങ്ങൾക്ക് ഫോർമുലയായിട്ട് പഠിക്കാനൊന്നും വേണ്ട. ഓർത്തിരുന്നാൽ നിങ്ങൾ ഞാൻ ഈ സ്ലൈഡ് എന്തായാലും ഷെയർ ചെയ്യും, അല്ലെങ്കിൽ PDF ആയിട്ട് അയക്കും. നിങ്ങളപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ഇത് വലിയ കാണാതെ പഠിക്കാനായിട്ടൊന്നുമില്ല പ്രോബബിലിറ്റിയിൽ ഫോർമുലയൊന്നും. പിന്നെ എന്താ സെക്കൻഡ് ഡിഗ്രി, ഇവിടെ നമ്മൾ കാണാൻ പഠിക്കേണ്ട ഫോർമുല ഇതാ. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്നൊക്കെ അറിയാമല്ലോ. അതാണ് ജനറൽ ഫോമിൽ എക്സ് സ്ക്വയറിൻ്റെ അടുത്തിരിക്കുന്ന കോയിഫിഷ്യൻ്റ് എ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ബി, കോൺസ്റ്റൻറ്റ് സി. ഓക്കെ, ഇതിൽ ഇതേ ഉള്ളൂ. ട്രിഗണോമെട്രിയിൽ നമുക്ക് മെയിനായിട്ട് ആദ്യം പഠിക്കേണ്ട റേഷ്യോ മെത്തേഡാണ്. റേഷ്യോ മെത്തേഡ് പഠിക്കണമെങ്കിൽ ആദ്യം 3 ആംഗിൾസ് വരുന്ന 2 സെറ്റ് ഉണ്ട്. ഏതാ? 30, 60, 90 വരുന്ന റേഷ്യോ 1:√3:2 മാറിപ്പോരുത്. 1:√3:2. 45, 45, 90 ആണെങ്കിൽ 1:1:√2. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ട് ബാക്കി 2 സൈഡ് ഉണ്ടെങ്കിൽ ഈ റേഷ്യോ മാത്രം മതി. എപ്പോൾ ഈ ആംഗിൾസ് വരുമ്പോൾ 30, 60, 90, 45, 45, 90. 1:√3:2 1:1:√2. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് സൈൻ്റെ ഫോർമുല അറിയാലോടാ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഇപ്പം ഞാൻ എക്സ് എടുത്താൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അതിൻ്റെ ഹൈപ്പോട്ടനൂസ്. ഇനി എന്താ കോസ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. തിരിഞ്ഞ് പോയത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടാൻ്റെ ഫോർമുല എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. 3 പഠിച്ച് വെച്ചേ പറ്റും. 3 ഫോർമുല തിരിയരുത്. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനൂസ് സൈന്, അഡ്ജസൻറ്റ് ഹൈപ്പോട്ടനൂസ് കോസ്, ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് ടാൻ. അടുത്ത ഈ ടേബിളിൽ നിങ്ങൾക്ക് സൈൻ്റെ വാല്യൂസ്, കോസിൻ്റെ വാല്യൂ, ടാൻ്റെ വാല്യൂ ഒക്കെ തരും. പക്ഷേ 30, 45, 60 ആണെങ്കിൽ അവർ തരൂല. നമ്മൾ പഠിച്ചു വെച്ചേ പറ്റും. ഈ ടേബിൾ എല്ലാവരും പഠിച്ചോണം. നോക്കി പഠിച്ചാൽ ഞാൻ ഈ PDF എന്തായാലും ഇടും. അപ്പോൾ ഇത് പഠിച്ചോണം കേട്ടോ. ടെക്സ്റ്റിൽ എന്താ ഡെസിമൽ ഫോമിൽ കാണും. നിങ്ങൾ ഫ്രാക്ഷനായിട്ട് പഠിച്ചു വെച്ചാൽ കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ജനറൽ ഫോർമുലാസ് അറിയാലോ. ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല കാരണം നമുക്ക് വേണ്ടി വരും. ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ വരും. അത് ജനറലാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, പാരലോഗ്രാം ബേസ് ഇൻറ്റു ഹൈറ്റ്, റോംബസ് പഠിച്ചു വെച്ചോ. ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഇനി എന്താ പറയുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കം റേഡിയസ് കണ്ടുപിടിക്കണം. ഒരു കോഡുണ്ട്, കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഉണ്ട്, സർക്കിളിൻ്റെ റേഡിയസ് ഉണ്ട്. എങ്കിൽ ഈ റേഡിയസും കോഡും ആംഗിളും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെച്ചേ പറ്റൂ. A ഈസ് ഈക്വൽ ടു 2r sin x. A എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ നീളം, R എന്ന് പറഞ്ഞാൽ റേഡിയസ്, X എന്ന് പറഞ്ഞാൽ ആ കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ A ഈസ് ഈക്വൽ ടു 2r sin x. അങ്ങനത്തെ ഫോർമുല. 2rന് പകരം D കൊടുക്കാം. A ഈസ് ഈക്വൽ ടു D sin x എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തെന്താ? ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ. ഞാൻ വെറുതെ വരച്ചതാണ്, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്. സ്ട്രെയിറ്റ് വ്യൂ നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ. ഇത് സ്ട്രെയിറ്റ് വ്യൂ താഴോട്ട് നോക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അടുത്ത് കോർഡിനേറ്റ്സ് മെയിൻ ആയിട്ടുള്ള ഫോർമുല ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് x1 y1 x2 y2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? റൂട്ട് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. x1 - x2 the whole square plus y1 - y2 the whole square. എടാ ഇത് തിരിഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല. y2 - y1 എന്നും x1 - x2 ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി ഒറിജിനിൽ നിന്നാണ്, അതായത് രണ്ടാമത്തെ ആളില്ല അവിടെ. അപ്പോൾ ഒരു കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, എക്സും വൈയും. എങ്കിൽ ഫോർമുല പഠിച്ചു വെച്ചോടാ. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ റൂട്ട് ഓഫ് ആ x² + y² ഏതാണ് ആ കോർഡിനേറ്റ്. ഇപ്പോൾ 5, 4 ആണെങ്കിൽ റൂട്ട് ഓഫ് 5² + 4². സിമ്പിളാണ്. അടുത്ത് സെയിം ലൈൻ, കൊളിനിയർ ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട. ABC കൊളിനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ AB-യുടെ ഡിസ്റ്റൻസ് BC-യുടെ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ AC-യുടെ ഡിസ്റ്റൻസ്, അതായത് ഏതെങ്കിലും 2 പേരുടെ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടിയാൽ അത് കൊളിനിയർ. സെയിം ലൈനിലായിരിക്കും. ഇതുപോലെയാണ് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് പ്രൂവ് ചെയ്യാം? റൈറ്റ് ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താടാ? AB² ഏതെങ്കിലും 2 സൈഡിൻ്റെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ. ഈ ഓർഡർ തന്നെ പഠിച്ചിരിക്കണമെന്നില്ല. ചിലപ്പം AB² + BC² AC² കിട്ടാം. ഒന്നുമില്ല, 2 പേരുടെ സ്ക്വയർ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സ്ക്വയർ കിട്ടിയാൽ മതി. അപ്പോൾ എന്തായി? റൈറ്റ് ട്രയാങ്കിളായി. ഇനി ടാൻജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻജൻസിൽ എന്താണ്? ഫസ്റ്റ് പറയണമൊന്നുമില്ല. റേഡിയസോ ഡയമീറ്ററോ ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താ? ഒരു വെർട്ടെക്സ് സെൻറ്റർ, 2 വെർട്ടെക്സ് സർക്കിളിൽ, 4ാമത്തെ വെർട്ടെക്സ് പുറത്താണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ സാധനം എന്താ? സൈക്ലിക് കോർഡിനേറ്റർ ആയിരിക്കും. എന്താ സൈക്ലിക് കോർഡിനേറ്ററിൻ്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180. ഇത് x ആണെങ്കിൽ മറ്റത് 180 - x. ഇത് 100 ആണെങ്കിൽ അത് 180 - 100. ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഫൈൻഡ് ആംഗിൾ ആക്ടിവിറ്റി എളുപ്പം. അടുത്ത് നമുക്കറിയാം
ഇവിടെ എന്താണോ ഉണ്ടാവുന്നത് അതിൻ്റെ പകുതി ഇത്. എടാ ഇത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അതായത് കോഡും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന് തുല്യമായിരിക്കും. ഓക്കെ, അത് മറക്കരുത്. എക്സ് ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50, ഇവിടെ 50, ഇത്രയേ ഉള്ളൂ. ഇത് 50 തന്നിരുന്നാൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം, 50 എന്ന് എഴുതാം. അതിൻ്റെ നേരെ ഡബിൾ എടുത്ത് 100 എന്ന് എഴുതാം. സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. ഇനി എന്താ, ഔട്ട് സൈഡ് പോയിന്റിൽ നിന്ന് ഇത് ഒരു പ്രാവശ്യം എന്താ 1 മാർക്കിന് വന്നിട്ടുണ്ട്. ഔട്ട് സൈഡ് പോയിന്റിൽ നിന്ന് എത്ര ടാൻജൻറ്റ് വരയ്ക്കാം, എത്ര വരയ്ക്കാടാ, 2 ടാൻജൻറ്റ് വരയ്ക്കാം. രണ്ടുപേരും എന്തായിരിക്കും, സെയിം ആയിരിക്കും. എ പിയുടെ ദൂരവും ബി പിയുടെ ദൂരവും സെയിം ആയിരിക്കും. അടുത്തറിയാം, നമ്മൾ നേരത്തെ സർക്കിളിൽ പഠിച്ച പോലെ ഒരു സാധനമാണ്. ഒരു സീക്കൻറ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർസെക്റ്റിംഗ് ലൈനും ഒരു ടാൻജൻറ്റും തന്നിരുന്നാൽ അവിടുത്തെ റിലേഷൻ ഒന്നുമില്ല. ടോട്ടൽ പി എ ഇൻറ്റു ഔട്ട് സൈഡ് പി ബി ഈസ് ഈക്വൽ ടു ടാൻജൻറ്റിൻ്റെ സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻ സർക്കിൾ. എന്താ ഇൻ സർക്കിൾ? ട്രയാങ്കിളിൻ്റെ അകത്തിരിക്കുന്ന സർക്കിളാണ്. ഒരു പോളിഗണിൻ്റെ അകത്തിരിക്കുന്ന ഈ സർക്കിളാണ് ഇൻ സർക്കിൾ. ഇൻ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഒന്നുമില്ല, എ ബൈ എസ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. പെരിമീറ്റർ കണ്ടുപിടിച്ച് അതിൻ്റെ പകുതി അങ്ങ് എടുത്താൽ മതി. ഏരിയ കണ്ടുപിടിക്കാൻ 2 രീതി. ഒന്ന് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, നമുക്കറിയാം. ഇതെന്താണ്, 3 സൈഡ്സേ അറിയാവൂ, ഹൈറ്റ് അറിഞ്ഞൂടെങ്കിൽ ഹെറോൺസ് ഫോർമുല വെച്ച് തന്നെ ഏരിയ കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൈഡ്, ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൈഡ്, സി എന്ന് പറഞ്ഞാൽ തേർഡ് സൈഡ്. സിമ്പിളാണ്. ശരി, അടുത്ത് സോളിഡ്സ്. ഇമ്പോർട്ടൻറ്റ് ഫോർമുലയുടെ അയ്യരുകളി. ഈ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഫോർമുലേഴ്സ് ഉള്ളത്, നമ്മൾ പഠിച്ചേ പറ്റും. പറഞ്ഞാടാ, സ്ക്വയർ പിരമിഡാണ്. ആദ്യം അറിയണം അവിടെ എന്തൊക്കെ ഉണ്ട്. ബേസ് എഡ്ജ് ഉണ്ട്, അത് എ. ലാറ്ററൽ എഡ്ജ് ഉണ്ട്, ഇ. സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്, എൽ. ഹൈറ്റ് ഓഫ് ദ പിരമിഡാണ് എച്ച്. ഇയും എല്ലും തിരിഞ്ഞു പോവും, മാറരുത്. സ്ലാൻഡ് ഹൈറ്റ് ആണ് എൽ, ലാറ്ററൽ എഡ്ജ് അല്ല. ലാറ്ററൽ എഡ്ജ് എന്താ, ഇ. ഇനി ഇവർ തമ്മിലുള്ള ഈ ഫിഗർ ഞാൻ PDF അയച്ചിരിക്കുക, നിങ്ങൾ നോക്കിക്കോണം. ഈ ഫിഗറൊക്കെ നല്ല വൃത്തി നോക്കിക്കോണം, എവിടെയൊക്കെയാണ് എഡ്ജുകൾ വരുന്നതെന്ന് നോക്കിക്കോണം. റിലേഷൻസ് നോക്കടാ. ടോട്ടൽ എഡ്ജ് എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. ടോട്ടൽ എഡ്ജ് 42, 92 എന്നൊക്കെ തന്നിരുന്നാൽ അതിൻ്റെ അർത്ഥമൊന്നുമില്ലടാ. 4 ബേസ് എഡ്ജും 4 ലാറ്ററൽ എഡ്ജും, ഇത്രേ ഉള്ളൂ സ്ക്വയർ പിരമിഡിൽ. വേറെ ഒരുത്തനുമില്ല. ആകെ 4 ബേസ് എഡ്ജും 4 ലാറ്ററൽ എഡ്ജും, വേറെ ഒന്നുമില്ല. അത് മറന്നു വരുന്നത്. 4a + 4e ആണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ എഡ്ജ്. ഹൈറ്റ് ഓഫ് ദി ഈച്ച് ട്രയാങ്കിൾ കണ്ടുപിടിക്കുക. എന്താ നമുക്ക് തന്നിട്ടുള്ളത്, ഇവിടെ നോക്കണം. ഓരോ ട്രയാങ്കിളിനെയും ഹൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ലാൻഡ് ഹൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ പറയാണ് ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 10 എന്ന് പറഞ്ഞാൽ L 10 എന്ന്, അല്ലാതെ വേറെ ഒന്നുമല്ല 10. ഈ H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ പിരമിഡാ. വായും മുഴുവൻ വെച്ചുകൊണ്ട് ചെയ്തു തരുത് കേട്ടോ. H എന്ന് പറഞ്ഞാൽ എന്താ, ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. മറ്റത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. തിരിഞ്ഞു പോരുത് കേട്ടോ. ഓക്കെ, ഇനി എന്താ പഠിക്കണം, ഈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിക്കണം, എൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഞാനിത് വായിച്ചു പോയിട്ട് കാര്യമില്ല, നിങ്ങൾ പഠിക്കുക കേട്ടോ. ഈ ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ്, അത് നോക്കി തന്നെ പഠിക്കുക. ഇയും എല്ലും കണ്ടുപിടിക്കേണ്ട ഫോർമുല എപ്പോഴാണ്, എല്ലും എയും അറിയാമോ. അങ്ങനെ 3 പേര് തമ്മിലുള്ള റിലേഷൻസ്. അതുപോലെ എല്ലും ഹെച്ചിനും നമുക്കൊരു ഫോർമുല ഉണ്ട്. ഇതൊക്കെ പഠിച്ചിരുന്നാൽ ചെയ്യാൻ പറ്റൂ. വൃത്തിയിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. LSA 3 ഫോർമുല. LSA 2AL. TSA എന്ന് പറഞ്ഞാൽ ഈ 2ALൻ്റെ കൂടെ ബേസ് ഏരിയ കൂട്ടിയാൽ മതി. A² + 2AL. വോളിയം കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, 1/3 A² H. എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഇനി എന്താ, കോണ് തുടങ്ങുന്ന ഒരു കാര്യം, സെക്ടറും കോണും തമ്മിലുള്ള ആ റിലേഷൻ അറിയണം. ഒരു സെക്ടറിനെ ചുരുട്ടി കോണാക്കി മാറ്റി. അപ്പോൾ അവിടെ ആദ്യം ഈക്വൽ ആവുന്ന കാര്യം മനസ്സിലാക്കണം. സെക്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് എടുത്താൽ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും ആ ആറിന് തുല്യമായിരിക്കും. അതാദ്യം മനസ്സിലാക്കണം. എ പാർട്ട് ക്വസ്റ്റ്യൻ അതായിരിക്കും. അടുത്ത് ഈ റിലേഷൻ പഠിച്ചു വെച്ചേ പറ്റൂ. x/360 = R/R. ക്യാപിറ്റൽ R താഴെ, അതായത് സെക്ടറിൻ്റെ റേഡിയസ് താഴെ, സ്മോൾ r എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ്. x/x എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ, 360 നമുക്കറിയാം. x/360 = R/R. അടുത്ത കോണിൻ്റെ കാര്യങ്ങൾ. കോണിന് നമുക്ക് എന്താ, സ്ലാൻഡ് ഹൈറ്റ് L, റേഡിയസ് R, H. എന്താ ഫോർമുല, L കണ്ടുപിടിക്കുക റൂട്ട് ഓഫ് R² + H². ഈ 3 ഫോർമുലയും അറിഞ്ഞിരിക്കണം. അതുപോലെ CSAയുടെ ഫോർമുല, TSAയുടെ ഫോർമുല, വോളിയം. ഇതൊക്കെ നിങ്ങൾ നോക്കി പഠിച്ചോണം. ഇല്ല ഞാൻ കുറേ വായിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ പഠിക്കണം. അതിൽ ഒന്നും പോലും മാറിപ്പോരുത്. ഈ R, L, H ഒന്നും മാറിപ്പോരുത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 3 ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് സിലിണ്ടർ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. ഈ വർഷം ടെക്സ്റ്റിൽ പറയുന്നില്ല, പക്ഷേ പ്രോബ്ലത്തിൽ സിലിണ്ടർ വരും. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട വോളിയം. ബാക്കി രണ്ടും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൂടുതൽ ചോദിച്ചിട്ടില്ല. വോളിയം ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചേ ഉള്ളൂ. കാസ്റ്റ് അത് മെൽറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനൊക്കെ വരും കേട്ടോ. വോളിയം πr² ആണ്. കോണ് 1/3 πr². ആ 1/3 എടുത്ത് കളഞ്ഞാൽ മതി, πr². അടുത്തേതാ, സ്പിയറിന് 2 ഫോർമുലാസ്. സർഫസ് ഏരിയ, അവിടെ എന്താ കർവ്ഡെന്നോ ടോട്ടലൊന്നും ഇല്ല, ഒറ്റ സർഫസ് ഏരിയ 4πr². വോളിയം 4/3 πr³. അതിൻ്റെ നേരെ പകുതി എടുക്കുമ്പോൾ CSA കിട്ടും 2πr². ആരുടെ, ഹെമിസ്പിയറിൻ്റെത്. TSA എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ കൂട്ടിയാൽ മതി, ഒരു πr². അപ്പോൾ എത്ര, 3πr². വോളിയം 2/3 πr³.
ജോമെട്രി ആൻഡ് ഓൾജിബ്ര. സോളിഡ്സ് കഴിഞ്ഞ അടുത്ത വമ്പനാണ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര. മാക്സിമം ഫോർമുലാസ് ഉള്ളത് ഇവിടെയാണ്. സോളിഡ്സ് കഴിഞ്ഞ ഏതൊക്കെയാടാ? ഒരു പാരലോഗ്രാം തന്നിരുന്നാൽ 3 വെർട്ടെക്സ് നിങ്ങൾക്ക് തന്നിരിക്കും. നാലാമത്തെ കണ്ടുപിടിക്കണം. ഒന്നുകൂടെ, ഇവിടുത്തെ എക്സുകൾ കൂട്ടുന്നത് ഇവിടുത്തെ എക്സിന് തുല്യമായിരിക്കും, ഇവിടുത്തെ വൈകൾ കൂട്ടുന്നത് ഇവിടുത്തെ വൈന് തുല്യമായിരിക്കും. അതായത് x1 + x3 x2 + x4. അതായത് ഇത് 3 നമുക്ക് അറിയായിരിക്കും. നാലാമത്തെ കണ്ടുപിടിച്ചാൽ മതി. ഇത് രണ്ടും കൂട്ടുന്നു, ഇത് രണ്ടും കൂട്ടുന്നതിന് തുല്യമായിരിക്കണം. ഇത് കൂട്ടുമ്പോൾ 10 ആണെങ്കിൽ ഇത് കൂട്ടുമ്പോൾ 10 വന്നാൽ മതി. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് പ്രോബ്ലംസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്താലേ പറ്റും. ഓക്കെ, ഇനി എന്താ മിഡ് പോയിന്റ് ഇരിക്കുക? 2 x1 y1 x2 y2. മിഡ് പോയിന്റ് ഇരിക്കേണ്ട ഫോർമുല എളുപ്പമാണ്. x1 ഉം x2 കൂട്ടുക /2, y1 ഉം y2 കൂട്ടുക /2. ഇനി എന്താ സെക്ഷൻ ഫോർമുല? സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കും അതിനെ m/n എന്ന് എടുക്കും. 2 പോയിന്റ്സ് അറിയാം, നടുക്കല്ലട ഇടയിലുള്ളൊരു പോയിന്റ് x, y ആണെങ്കിൽ ആ പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ സെക്ഷൻ ഫോർമുല പഠിച്ചു വയ്ക്കണം. mx2 + nx1/m + n my2 + ny1/m + n. അങ്ങനെ പാട്ട് വല്ലതും പഠിച്ചു വെച്ചത്. ശരി, സ്ലോപ്പ് കണ്ടുപിടിക്കുക. 2 പോയിന്റുകൾ തമ്മിലുള്ള ചരിവ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y2 - y1/x2 - x. എല്ലാം ചെയ്യുമ്പോഴും എക്സ് മുകളിലാണെന്ന് വിചാരിക്കരുത്. സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ y മുകളിലാട്ടോ. അപ്പോൾ y2 - y1/x2 - x1 തിരിഞ്ഞു പോകരുത്. അടുത്ത സ്ലോപ്പ്, അതായത് ഏതെങ്കിലും ഒരു ലൈനിൽ എന്താണ് ഇതുപോലത്തെ ഒരു ലൈനിൽ ഇവന്മാർ തമ്മിലുള്ള സ്ലോപ്പും സെയിം ആയിരിക്കും. അതാണ് ഏത് പോയിന്റ്സുകൾ തമ്മിലുള്ള സ്ലോപ്പും ഒരേ ലൈനിലുള്ളത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് കൊളിനിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സിലെ കൊളിനിയറിനെക്കാട്ടും എളുപ്പം ഈ കൊളിനിയറാണ്. അതായത് 2 പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പുകൾ കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ആയാൽ അത് കൊളിനിയറാണ്. പിന്നെ എന്താ ഇക്വേഷൻ ഓഫ് ദ ലൈന്? ഒന്നുമില്ലടാ, നമ്മൾ ഇടയിലൊരു പോയിന്റ് x, y x1 y1 ഉം x2 y2 ആണ്. ഇവർ തമ്മിലുള്ള സ്ലോപ്പും സെയിം ആണെന്ന് ഞാൻ കുറച്ചും പറഞ്ഞു. അതായത് ഒരു ലൈനിൽ തമ്മിലുള്ള സ്ലോപ്പുകൾ സെയിം ആയിരിക്കും. അത് കണ്ടുപിടിച്ച് എഴുതുക, ക്രോസ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോം ചെയ്താൽ ഇക്വേഷൻ ഓഫ് ലൈൻ ആയി. ഇനി കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 വെർട്ടെക്സ് തന്നിരിക്കും. 3 വെർട്ടെക്സിന് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ട്രയാങ്കിളുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ മിഡ് പോയിന്റ് പോലെ കേട്ടോ. ഇവിടെ 3 പേരെ കൂട്ടുന്നു, എന്നിട്ട് /3. അവിടെ 3 പേരെ കൂട്ടുന്നു /3. മിഡ് പോയിന്റിൽ 2 പേരെ കൂട്ടിയിട്ട് /2. x1 + x2 /2, y1 + y2 /2. ഇവിടെ 3 പേര്. അടുത്ത ഏതാ? ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ h കോമാക്കി ഒരു പോയിന്റ് x, y. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഉണ്ടെങ്കിൽ ഒന്നുമില്ലടാ, x - h² + y - k² = r². ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. റേഡിയസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, സെൻറ്റർ, ലാസ്റ്റ് ഇക്വേഷൻ, 3 കൂടെ 5 മാർക്കിന് വരും. ഓക്കെ, ഒറിജിനാണ് സെൻറ്ററൊക്കെ സിമ്പിളാണ്, ഒന്നുമില്ല. x² + y² = r². ഈ h ഉം k ഒക്കെ എടുത്ത് കളഞ്ഞാൽ സെൻറ്റർ ഒന്നുമില്ല, 0 0 ഇത്രേ ഉള്ളൂ. പോളിനോമിയൽസ് ഇമ്പോർട്ടൻ്റ് എന്താ ഫോർമുല? നമ്മൾ ക്വാഡ്രാറ്റിക്കിൽ പഠിച്ച അതേ ഫോർമുല എന്താ? -b + or - √. ആ ഫോർമുല അതേപോലെ ഉപയോഗിക്കുക. ശ്രദ്ധിക്കടാ, എക്സിന് 2 വാല്യൂസ് കാണും. ഒന്ന് m ഉം ഒന്ന് n ഉം ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന സൊല്യൂഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ x = എത്ര കിട്ടിയോ അതങ്ങ് എഴുതി വെച്ചാൽ. ഇനി നിങ്ങളുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എന്നാണ് ചോദിച്ചെങ്കിൽ ഇപ്പോൾ x = 3 കിട്ടിയാൽ നിങ്ങൾ x - 3 എന്ന് എഴുതും. അതായത് m ആണെങ്കിൽ x - m എന്നും n ആണെങ്കിൽ x - n എന്ന് എഴുതും. ഇതിനെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മറ്റത് സൊല്യൂഷൻസ് ഇങ്ങനെ എഴുതുന്നതിന് ഫാക്ടേഴ്സ്. ഇനി പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതി വെച്ചാൽ ഈ 2 ഫാക്ടേഴ്സിനെ ഗുണിച്ച് വെച്ചാൽ p of x = x - m × x - ഇത് 3 പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അതായത് സൊല്യൂഷൻ, ഫാക്ടേഴ്സ്, പ്രോഡക്റ്റ്. ഈ 3 സിമ്പിളാണ്. ഇത് വെച്ച് കണ്ടുപിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു മെത്തേഡുണ്ട്. അത് ഫോർമുലയായിട്ട് പഠിക്കാൻ പറ്റില്ല. എന്താ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന സംഭവം അതൊന്നും ചെയ്യണ്ട. അത് ഓക്കെയാണ്, അത് കുറച്ചുകൂടെ ഈസിയാണ്. അത് പ്രാക്ടീസ് ചെയ്ത് അത് ബെറ്റർ ആയിരിക്കും. ഫോർമുലയായിട്ട് പഠിക്കാൻ ഈ ഫോർമുല പഠിച്ചാൽ. അടുത്തെന്താ? a0. p of a 0 ആണെങ്കിൽ a എന്തായിരിക്കും? x - a ഒരു ഫാക്ടർ ആയിരിക്കും. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ x - a ഫാക്ടർ ആയിരിക്കും. അത് 0 അല്ല എങ്കിൽ അത് ഫാക്ടർ അല്ല. അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ 0ക്ക് തുല്യമായി കിട്ടിയാൽ അത് ഫാക്ടർ, 0 കിട്ടിയില്ലെങ്കിൽ ഫാക്ടർ അല്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി കിട്ടുന്ന വാല്യൂ അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും. ഇപ്പോൾ 0 കിട്ടാതെ നിനക്കൊരു 5 കിട്ടി അല്ലെങ്കിൽ 4 കിട്ടി, അതെന്ന് പറഞ്ഞാൽ എന്താടാ? റിമൈൻഡർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരും വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടിയ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഇട്ട് കൊടുക്കുക, കിട്ടുന്ന ആൻസറാണ് റിമൈൻഡർ. ഇനി എന്താ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രത്യേകിച്ച് ഫോർമുല എന്താ? മീൻ്റെ ഫോർമുല അറിയാം, സം/n. ടോട്ടൽ നമ്പർ ഓടാണെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ, മീഡിയൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ 1 കൂട്ടുക /2. ഇതൊക്കെ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ ഫോർമുലയായിട്ട് കുറേ പഠിക്കാനൊന്നും ഇതിലൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യും. നിങ്ങൾ മാക്സിമം ഇരുന്ന് ഫോർമുലാസ് പഠിക്കാൻ ശ്രമിക്കുക, തെറ്റ് വരാതെ പഠിക്കാൻ ശ്രമിക്കുക. എങ്കിലേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്തായാലും നാളെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച മോഡൽ എക്സാം ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച രാത്രി ഒരു 7:30 ഒരു ലൈവ് പോകുന്നുണ്ട്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യും.
അപ്പോൾ താല്പര്യമുള്ള പിള്ളേർ എപ്പോഴും താല്പര്യമില്ല, നിങ്ങൾക്ക് താല്പര്യപ്പെട്ടേ പറ്റൂ, വന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ശരി.